ഒരു നാട്ടിലെ ഒരു പുതിയ കുട്ടി സിനിമയിൽ പോയ പോലെയല്ല ശ്രീജിത്തിനെ സംബന്ധിച്ചിടത്തോളം. ശ്രീജിത്ത് സിനിമ യൂഖം കഴിഞ്ഞ് അത് കഴിഞ്ഞ് സിനിമകളുടെ ഇപ്പം ചെഗവറായാലും ചാന്തുപൊട്ടായാലും ഒത്തിരി സിനിമകൾ, ഞാൻ പെട്ടെന്ന് 4 പെണ്ണുങ്ങൾ, ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞു. ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴും മലയാളികൾ എന്ന് പറഞ്ഞാൽ എന്നും സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ചും നല്ല നടന്മാരെ. ഇപ്പം അച്ഛൻ്റെ മകനായിട്ടാണ് പെട്ടെന്ന് കമ്പയർ ചെയ്യുക. എത്രത്തോളം അങ്ങനെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്? അത് നമുക്ക് പലപ്പോഴും ഒരു ഭയങ്കര അസറ്റാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഭാഗ്യമായി ടി ജി രവിയുടെ മകനായതുകൊണ്ടാണ് സിനിമയിൽ കയറി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടാറുണ്ട്. ശരിയാണ്, അത് 100% ശരിയാണ്. നമ്മൾ ഒരു പക്ഷേ ടി ജി രവിയുടെ മകനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനൊന്നും സിനിമയിലില്ല. പക്ഷേ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ കഴിവാണ്. പക്ഷേ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 100%. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് അച്ഛൻ ഒരു മോശം നടനായിരുന്നെങ്കിൽ എനിക്ക് പേടിയില്ല. അച്ഛൻ നല്ല നടനായതുകൊണ്ട് എനിക്ക് അതിൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ മോശം എനിക്ക് മാത്രമല്ല, അച്ഛനാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ആ ലയബിലിറ്റി ഭയങ്കര ഒരു ബേർഡനാണ്. നമ്മൾ ഫ്രീ ആയിട്ടല്ല പലപ്പോഴും അഭിനയിക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ എവിടെയോ ബാക്ക് ഓഫ് ദ മൈൻഡിൽ നമ്മൾ കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തോട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര ഭാരമാണ്. ശരിക്കും ഫ്രീ ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കാലക്രമേണ അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ എപ്പോഴും പറയില്ല. എനിക്ക് ഇന്നും ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് അച്ഛനോട് എത്തിയിട്ടില്ലാട്ടാന്ന് എൻ്റെ മനസ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് എപ്പോഴും പറയുന്നുണ്ട്, സഞ്ജു എപ്പോഴും പറയും. കാരണം അച്ഛൻ ആണ് നമ്മുടെ, അതായത് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത്രയും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് ഇന്നേ വരെ പറ്റിയിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ചേരി ഒരു പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അച്ഛനും ഉണ്ട് ഞാനും ഉണ്ട്. MG ശശിയുടെ ഒരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അച്ഛൻ തമ്പി ആൻ്റണി മരിച്ചു കിടക്കുന്ന സമയത്ത് അച്ഛൻ വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്ന പോർഷൻ, അപ്പോൾ മരണ സീനാണ്, അപ്പോൾ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ടാണ് ഡയലോഗ് പറയുന്നത് തമ്പി ആൻ്റണി മരിച്ചു കിടക്കുന്ന സമയത്ത്. ഞാൻ അവിടെ ലൈറ്റപ്പ് ഒക്കെ ചെയ്യുന്ന രാധാകൃഷ്ണൻ ലൈറ്റപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരൊക്കെ പോർഷൻ നിൽക്കുമ്പോൾ കുറച്ച് ഇപ്പോൾ അച്ഛനെ കാണുന്നില്ല. അപ്പോൾ ഒരു 16 കെട്ടിലാണ് നിലമ്പൂർ മഞ്ചേരി എവിടെയുള്ള 16 കെട്ടിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞാനിങ്ങനെ, അപ്പോൾ കുറേ മുറികളാണല്ലോ ഈ 16 കെട്ട് എന്ന് പറയുമ്പോൾ, ചെറിയ ചെറിയ കുറേ മുറികളാണ്. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനെ എവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നടക്കുക. അപ്പോൾ സമയമായിട്ടില്ല, ഇവിടെ ലൈറ്റപ്പ് ചെയ്യുന്നേ ഉള്ളൂ, പൊസിഷനൊക്കെ നിർത്തിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പകലെന്ന് ഇവിടുന്ന് അച്ഛനെ ശബ്ദം കേൾക്കുന്നു നോക്കിയപ്പോൾ ഒരു മുറി പോയി നോക്കിയപ്പോൾ ഇരുട്ടത്ത് നിന്ന് ഈ ഡയലോഗുകൾ പല രീതികളിൽ അച്ഛൻ പറഞ്ഞു നോക്കുക. അത് 72 വയസ്സായി. അപ്പോൾ അന്ന് 69 വയസ്സോ മറ്റോ ഉണ്ട്. ആ സമയത്ത് ചുമച്ച് പറഞ്ഞു നോക്കുന്നു, ചുമക്കാതെ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മാറി ഇങ്ങനെ നോക്കി. അപ്പോഴാണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ലെവലിൻ്റെ ഏറ്റവും, നമ്മൾ ഒരു രീതിയിലും കമ്മിറ്റഡ് അല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അവരുടെ കമ്മിറ്റ്മെൻറ്റ്. കാരണം അവർ അത്രയും, നമ്മളൊക്കെ അവിടെ ചെന്നിട്ട് ഒന്ന് ഇട്ടോട്ടാ പറഞ്ഞ എന്ന് പറഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആ ലാഘവമല്ല സിനിമയ്ക്ക് വേണ്ട എന്ന് മനസ്സിലാക്കാൻ ആ ഒരു കാഴ്ച മതി.